ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെയാണ് ജി സുധാകരന്റെ കാര്യങ്ങൾ. ജി സുധാകരനെതിരെ ഇല്ലാത്ത ആരോപണങ്ങളൊന്നും CPM-ന് ഇപ്പോൾ ഇല്ല. എച്ച് സലാം അമ്പലപ്പുഴയിലെ LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. പഴയകാലത്ത് ജി സുധാകരന്റെ സന്തത സഹചാരിയായിരുന്നു. പിന്നീട് ഇദ്ദേഹം സജി ചെറിയാന്റെ കൂടെയായി, നാസറിന്റെ കൂടെയായി സുധാകരനെതിരെ പടയൊരുക്കം തുടങ്ങി. ആലപ്പുഴ, അമ്പലപ്പുഴ മേഖലകൾ കേന്ദ്രീകരിച്ച് വർഗീയ വോട്ടുകൾ സ്വാംശീകരിക്കാം എന്ന വിശ്വാസത്തിൽ പലതരത്തിലുള്ള വേലകളും കാണിച്ചു. എന്നിട്ടിപ്പോൾ ജി സുധാകരനെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എച്ച് സലാം രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. മാതൃഭൂമിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ജി സുധാകരനെ തീരെ മോശക്കാരനാക്കാൻ എച്ച് സലാം ശ്രമിച്ചത്. ജി സുധാകരനെ ജനങ്ങൾക്ക് അറിയാം. നമുക്ക് ജി സുധാകരന്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി വലിയ യോജിപ്പൊന്നുമില്ല. എന്നാൽ പോലും അഴിമതിരഹിതമായ ജനകീയമായ ഭരണം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ്, പൊതുപ്രവർത്തകനാണ് ജി സുധാകരൻ. പാവപ്പെട്ടവനായിരുന്നു, ചെറ്റക്കുടിലിൽ ജനിച്ചു വളർന്നവനായിരുന്നു 18 വയസ്സ് വരെ. അതിനുശേഷം വിദ്യാഭ്യാസം നേടി. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥക്കെതിരെ വരെ പോരാടി, പോലീസ് മർദ്ദനമേറ്റു. അതിനുശേഷം സംശുദ്ധമായ പൊതുജീവിതം കൊണ്ട് CPM-ന്റെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിച്ചു. സുധാകരൻ ഇല്ലാതെ ആലപ്പുഴയിൽ CPM-ന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ എത്തി. 2 തവണ മന്ത്രിയായി. പൊതുമരാമത്ത് വകുപ്പിനെ വളരെ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചു. അതിന് തുടക്കം കുറിച്ചതൊക്കെ തന്നെ ജി സുധാകരനാണ് എന്ന് അമ്പലപ്പുഴയിലെ BJP-ക്കാർക്കും കോൺഗ്രസുകാർക്കും പോലും അറിയാം. അവർ അത് പറയുകയും ചെയ്യും. ഇവിടെ പിണറായിസത്തിനെതിരെ, പിണറായിയുടെ തന്നിഷ്ടത്തിന് എതിരെ, ഏകാധിപത്യത്തിന് എതിരെ ഒക്കെ തന്നെ പോരാടി. അതുകൊണ്ട് അദ്ദേഹം അനഭിമതനായി. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. അദ്ദേഹം സ്വന്തമായി ഒരു തീരുമാനമെടുത്തു. കോൺഗ്രസ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്നാൽ പോലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും, ഉള്ളതുപോലെ പറയും. ആരുടെയും മുഖത്ത് നോക്കി എന്ത് കാര്യവും തുറന്നടിച്ച് പറയും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഗുണമേന്മയാണ്. അത് ഈ CPM-കാർക്ക് പിടിക്കില്ല. അവർക്ക് സജി ചെറിയാനോടൊപ്പം ചേർന്ന് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി അഴിമതി നടത്തണം. അവർക്ക് അവരുടേതായ രീതിയിൽ പൊതുപ്രവർത്തന രംഗത്തെ ജനകീയമല്ലാതെയാക്കണം, പണമുണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്തയാണ് ഇവർക്ക് പിന്നിലുള്ളത്, ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് പിന്നിലുള്ളത് എന്ന് വ്യക്തം. അപ്പോൾ ജി സുധാകരനെ കുറെ കുറ്റം പറഞ്ഞാൽ, അദ്ദേഹത്തെ കുറിച്ച് അധികമൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പകുതി ദൂരം LDF CPM ജയിച്ചു എന്നാണ് എച്ച് സലാം പറയുന്നത്. ആലപ്പുഴയിൽ CPM-ന്റെ അടിവേരറക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ എച്ച് സലാമും സെക്രട്ടറി നാസറും സജി ചെറിയാനും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് സുധാകരൻ ശബ്ദിച്ചത്. അതിനെതിരെയാണ് സുധാകരൻ സ്വതന്ത്രനായി രംഗത്ത് വന്നത്. അതിനെതിരെയാണ് സുധാകരൻ പാർട്ടി വിട്ടത്. ശരിക്കും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, നാടിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചത് കൊണ്ടാണ് സുധാകരന് ഈ ഒരു ഗതികേട് വന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹം അതിശക്തനായി തന്നെ അവിടെ നിലകൊള്ളുമായിരുന്നു. സുധാകരൻ അതിശക്തനാണ്. മാത്രമല്ല, സുധാകരനൊപ്പം നിരവധി സഖാക്കൾ, സുധാകരന്റെ പഴയകാല ഒരു സെക്രട്ടറിയൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. സുധാകരനെതിരെ വലിയ തോതിലുള്ള നടപടികളും മറ്റു കാര്യങ്ങളുമായിട്ടാണ് CPM രംഗത്ത് വരുന്നത്, ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ. എന്തായാലും സുധാകരന് വലിയ ഒരു വിജയ സാധ്യത അമ്പലപ്പുഴയിൽ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. അതുപോലെ തന്നെ CPM-ഉം ഭയക്കുന്നു. അവിടെ ഈ എച്ച് സലാം വൻപിച്ച ഭൂരിപക്ഷത്തിൽ തോൽക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാകുന്നു. സുധാകരൻ മോശക്കാരനാണെങ്കിൽ ഇത്രയും കാലമൊന്നും രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ലായിരുന്നു എന്ന സാമാന്യ തത്വം മാത്രം മതി സുധാകരനെ ജനങ്ങൾ സ്വീകരിക്കാൻ. ശരിക്കും സുധാകരൻ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ്. സുധാകരനെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തോടൊപ്പം ചേരുന്ന, ഇനി അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിലും പാർട്ടി നടപടി പേടിച്ചായിരിക്കും, ഒപ്പമല്ലെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന, അദ്ദേഹത്തിന് വേണ്ടി രഹസ്യമായി പോലും പ്രവർത്തിക്കുന്ന ധാരാളം സഖാക്കൾ അമ്പലപ്പുഴ, ആലപ്പുഴ മേഖലയിലുണ്ട്. അത് ഭയന്നിട്ട് ഓരോ ഡയലോഗുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് CPM-ന്റെ സ്ഥാനാർത്ഥി, CPM പ്രവർത്തകർ. സുധാകരനെ എങ്ങനെങ്കിലും മോശക്കാരനാക്കാനുള്ള തീവ്ര ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വിലപ്പോവില്ല എന്നാണ് ജി സുധാകരന്റെ അനുകൂലികൾ പറയുന്നത്. എന്തിന് പ്രതികൂലികൾ പോലും പറയുന്നത്. ജി സുധാകരനെ ഒരു കാരണവശാലും
അമ്പലപ്പുഴയിൽ ഒതുക്കാൻ സാധിക്കില്ല. അത് മനസ്സിലായിട്ടുണ്ട് CPM-ന്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇനിയും പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നേക്കാം. അദ്ദേഹം മോശക്കാരനാണെങ്കിൽ ജനഹൃദയങ്ങളിൽ ഇത്രയേറെ സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടുന്നത് എങ്ങനെ എന്നുള്ള കാര്യത്തിന് എച്ച് സലാമും പിണറായി വിജയനും സജി ചെറിയാനും നാസറും ഒക്കെ ഒന്ന് മറുപടി പറഞ്ഞാൽ നന്നായിരുന്നു.